സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ആടുജീവിതം എന്ന സിനിമയ്ക്കാണ് അവാർഡുകളുടെ പെരുമഴക്കാലം. മികച്ച നടൻ, മികച്ച സംവിധായകൻ, അവലംബിത തിരക്കഥ, മികച്ച ഛായാഗ്രഹണം, ഉപനടൻ തുടങ്ങി കുറേ അവാർഡുകൾ ഈ ചിത്രത്തിന്, അതായത് ആടുജീവിതം എന്ന ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ മുമ്പ് ആടുജീവിതം സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ആടുജീവിതം ഒരു മഹത്തായ സിനിമയല്ല, തീർത്തും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ആടുജീവിതം. എന്നെപ്പോലെ നിങ്ങളിൽ പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ മറുനാടൻ TV-യിൽ വസ്തുനിഷ്ഠമായൊരു വിലയിരുത്തൽ ഇന്നലെ ഞാൻ കാണുകയുണ്ടായി. മുമ്പും ഈ സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അതിൽ നാം ഒക്കെ കണ്ടതാണ്. വലിയൊരു വിഭാഗത്തിന് ഈ ചിത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ വലിയൊരു ഹൈപ്പാണ് ഈ ചിത്രത്തിന്. റിലീസ് ആകുന്നത് മുതൽ അതിൻ്റെ പ്രവർത്തകരുടെ കഷ്ടപ്പാടും മറ്റും നിരന്തരം വിവരിച്ചുകൊണ്ടുള്ള വലിയൊരു ഹൈപ്പ് ഈ ചിത്രത്തിന് നൽകുകയുണ്ടായി. ഇത് ഈ പ്രേക്ഷക മനസ്സിൽ നിരന്തരം അത് ഡെപ്പോസിറ്റ് ആവുകയും ചിത്രത്തെക്കുറിച്ചുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ നിരന്തരമുള്ള വിവരണങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ഈ ചിത്രം എന്തോ ഒരു മഹത്തായ സംഭവമാണെന്ന് പ്രേക്ഷകർക്കിടയിൽ വരുത്തി തീർക്കാൻ ആരോഗ്യമൊക്കെ ശ്രമിക്കുന്നതായി നമുക്കൊക്കെ അനുഭവപ്പെട്ടതാണ്. കാതൽ എന്ന സിനിമയാണ് ഏറ്റവും മികച്ച ചിത്രം. ജിയോ ബേബിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച, അദ്ദേഹം തന്നെ മുഖ്യവേഷം ചെയ്ത കാതൽ എന്ന സിനിമയാണ്. ആടുജീവിതത്തെ സംബന്ധിച്ച് ഇത്രയും അവാർഡുകൾ വാരിക്കൂട്ടാൻ ഈ ചിത്രത്തിൽ എന്ത് ക്വാളിറ്റിയാണുള്ളത് എന്ന് നിങ്ങളിൽ പലരെയും പോലെ ഞാനും ആലോചിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർ ശ്രീ പൃഥ്വിരാജ് സുകുമാരനും അല്ലെങ്കിൽ ശ്രീ ബ്ലസി അല്ലെങ്കിൽ അതിൻ്റെ ഛായാഗ്രാഹകൻ, എഡിറ്റർ, ഇവരാരും മോശക്കാരല്ല. പക്ഷേ ആടുജീവിതം എന്ന ഇവരുടെ സൃഷ്ടിയെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഇതൊരു മഹത്തായ സൃഷ്ടിയാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ജൂറി അംഗങ്ങളെ ഒരു ഉത്തരേന്ത്യൻ സംവിധായകനാണ് ജൂറി ചെയർമാൻ. പിന്നെ ഛായാഗ്രഹനായ ശ്രീ അളകപ്പൻ തുടങ്ങി പലരും ജൂറി മെമ്പേഴ്സായിട്ടുണ്ട്. ഇവരൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. എങ്കിലും ആടുജീവിതത്തെ സംബന്ധിച്ച് അത് റിലീസിന് മുമ്പ് തന്നെ അതിൻ്റെ കഷ്ടപ്പാടുകളും മറ്റും വിവരിച്ചുകൊണ്ടുള്ളൊരു ഹൈപ്പ്, ഒരു അനാവശ്യ ഹൈപ്പ് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആസ്വാദകരുടെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ലേ എന്ന് ചിന്തിച്ചു പോകും. അത്ര മഹത്തായ ഒരു സിനിമയാണോ ആടുജീവിതം എന്ന് ആലോചിച്ചു പോവുകയാണ്. എൻ്റെ റിവ്യൂവിൽ അക്കാര്യം മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ പുതുതായി കാണുന്ന വ്യൂവേഴ്സിൽ ചിലർക്കെങ്കിലും തോന്നാം, താൻ ആരുവാ ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തൻ്റെ സംഭാവന എന്ത് ഈ വിലയിരുത്തലൊക്കെ നടത്താൻ. എൻ്റെ 80കളുടെ അവസാനം മുതൽ ഞാൻ സിനിമകൾ നിരന്തരം കാണുകയും സൂര്യ ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയിലൂടെ ക്ലാസിക് സിനിമകളൊക്കെ കാണുകയും സിനിമയെ സംബന്ധിച്ച ലിറ്ററേച്ചറെ ധാരാളം വായിക്കുകയും റെഫറൻസിനായി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഴ്ച പരിചയമാണ് എൻ്റെ ഒരു യോഗ്യതയായി ഞാനിവിടെ ഈ ഒരു വിലയിരുത്തലിനുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ യോഗ്യതയായി ഞാൻ കാണുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുമെന്നും വിശ്വസിക്കുന്നു. എന്നെ അടുത്തറിയുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും.
അപ്പോൾ ശ്രീ മമ്മൂട്ടിയെ പിന്തള്ളിക്കൊണ്ട് പൃഥ്വിരാജ് സുകുമാരനാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി പല കാര്യങ്ങളും ഊതിപ്പെരുപ്പിച്ച് പറയുന്നു. കേരളത്തിൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ തന്നെ ശ്രീ പൃഥ്വിരാജിൻ്റെ ആ അഭിനയ ശൈലി, അദ്ദേഹം പൃഥ്വിരാജായി തന്നെ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. തുടർന്നങ്ങോട്ട് മികച്ചൊരു അഭിനയമാണോ അല്ലെങ്കിൽ പൃഥ്വിരാജ് കാഴ്ചവെച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും.